ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലും കൂടിയാണിത്. അതിനു വേണ്ടിയിട്ട് നമ്മളിതാ ഒരു 1.5 മീറ്റർ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒരു 7 to 8 ഇയർ ഗേളിനുള്ള മെഷർമെൻറ്റ്സ് ആണ് ഞാനിതിൽ കാണിക്കുന്നത്. സോ ഞാൻ ഷോൾഡർ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോള് നമ്മളൊരു 6 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെസ്റ്റ് ഭാഗം മാർക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ചെസ്റ്റ് 30 ഇഞ്ചസ് ആണ് വരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 7 ഇഞ്ചസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് ഒരു 9 ഇഞ്ചസ് ചെസ്റ്റും വെയ്സ്റ്റ് ഒരു 8.5 ഇഞ്ചസും ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വരച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു 2K പ്രൈസ് മണി ആയിട്ടാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ എങ്ങനെ സെയിൽ ചെയ്യാം, എങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കിട്ടാം എന്നൊക്കെയുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനലിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചസ് ആണ്. നിങ്ങൾക്കൊരു 2.5 ഇഞ്ചസോ 3 ഇഞ്ചസോ വരെ മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഈ ഡ്രസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഫാബ്രിക്കിനെ ഒരു 6 ആയിട്ട് മടക്കിയിട്ട് നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് അത് ആ ഒരു കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 9 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ റൗണ്ട് സ്കേർട്ട് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എടുക്കണം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുൾ സ്കേർട്ട് പോലെയാണ് ഉണ്ടാവുക. ഇനിതാ ഒരു എഡ്ജ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി ആ കട്ട് ചെയ്ത 2 എഡ്ജസും ചേർത്ത് വെച്ചിട്ട് ഒരു മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചസും സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കർവ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര കർവ് വേണോ അത്രയും നിങ്ങൾക്ക് കർവ് ചെയ്തിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എത്ര വിഡ്ത്തിലും ലെങ്ത്തിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ച നമ്മുടെ യോക്ക് പോർഷൻ ഇല്ലേ, ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ അറ്റം മടക്കി തയ്ച്ച് കൊടുക്കണം. ഒരു 3/4 ഇഞ്ച് മടക്കി തയ്ക്കുക. 2 ഓപ്പണിംഗ് സൈഡും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി തയ്ക്കണം. ആദ്യം ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് ആ ഒരു ചുളിവ് വരും. നിങ്ങൾക്ക് 2 പീസിനുള്ള ഫാബ്രിക് തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്.
അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് ഇതൊന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പിൻകുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ നോച്ചിട്ട് കൊടുക്കുക. നമ്മൾ തയ്ച്ച സ്റ്റിച്ചിലെത്താത്ത രീതിയിൽ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബാക്ക് വശത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാം. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ലുക്ക് വരുന്നത്. ഈ ഒരു ടൈപ്പ് കോളറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് താഴത്തെ സ്കേർട്ട് പോർഷൻ അതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. നമ്മളൊരു 19 ഇഞ്ചസ് ലെങ്ത്തുള്ള സ്കേർട്ട് പോർഷനാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ വേസ്റ്റിനേക്കാളും കുറച്ച് ഒരു 10 ഇഞ്ചസ് കൂടുതൽ മാത്രമേ ഞാനിതിൽ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ചെറിയ ഫ്രിൽസ് വെച്ചിട്ട് അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യോക്ക് പോർഷൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒറ്റ പീസാക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ യോക്ക് പോർഷൻ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.